CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജിനെതിരെ റിപ്പോർട്ട് തേടി കോടതി. കൊല്ലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിലെ വിവാദ പ്രസംഗത്തിലാണ് പോലീസിന്റെ റിപ്പോർട്ട് തേടിയത്. സേവ് ബോക്സ് ആപ്പ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യയ്ക്ക് വീണ്ടും ED സമൻസ്. ജനുവരി 7 ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം. കുറ്റകൃത്യത്തിൽ നിന്നുള്ള പണമാണ് ജയസൂര്യയ്ക്ക് ലഭിച്ചതെന്ന നിഗമനത്തിൽ ED എത്തിയിരുന്നു. കൂടുതൽ അന്വേഷണത്തിന് ശേഷം തുക കണ്ടുകെട്ടുമെന്നാണ് വിവരം. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ നടന്ന ഇന്ത്യ-പാകിസ്ഥാൻ സൈനിക സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിച്ചുവെന്ന അവകാശവാദവുമായി ചൈന. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയാണ് പുതിയ അവകാശവാദവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പാകിസ്ഥാനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ മൂന്നാം കക്ഷി ഇടപെട്ടുവെന്ന അവകാശവാദത്തെ ഇന്ത്യ ആവർത്തിച്ച് നിരാകരിക്കുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ അവകാശവാദവുമായി ചൈന രംഗത്ത് വന്നിരിക്കുന്നത്. ഹരിയാനയിൽ 25-കാരിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കി. ഹരിയാനയിലെ ഫരീദാബാദിലാണ് വാനിൽ വെച്ച് യുവതിയെ ബലാത്സംഗം ചെയ്തത്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും 2 പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ബലാത്സംഗത്തിന് ശേഷം യുവതിയെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞെന്നാണ് റിപ്പോർട്ട്. വനിതാ 2020 ക്രിക്കറ്റിൽ ചരിത്രം കുറിച്ച് ഇന്ത്യൻ ഓൾറൗണ്ടർ ദീപ്തി ശർമ്മ. വനിതാ 2020യിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരമെന്ന റെക്കോർഡാണ് ദീപ്തി സ്വന്തം പേരിൽ എഴുതി ചേർത്തത്. തിരുവനന്തപുരത്തെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ നടന്ന 5ാം 2020 മത്സരത്തിലാണ് ദീപ്തി ലോക റെക്കോർഡ് സ്വന്തമാക്കിയത്.